നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഹ്യൂണ്ടായുടെ ഓറ എസ് സി എൻ ജി ആണ്. എസ് എന്ന് പറയുന്നത് സെക്കൻഡ് വേരിയൻ്റ് ആണ്. അതിൽ തന്നെ ബൈഫ്യൂവൽ ആയിട്ടുള്ള പെട്രോൾ പ്ലസ് സി എൻ ജിയാണ് വരുന്നത്. സി എൻ ജി എന്ന് പറയുമ്പോൾ ഇതിൽ 65 ലിറ്റർ വാട്ടർ ഈക്വലൻ്റ് ആയിട്ടുള്ള കപ്പാസിറ്റിയാണ് പറയുന്നത്. സിംഗിൾ ടാങ്കാണ് വരുന്നത്. 12 കിലോനടുത്ത് ഇതിൽ നിറയ്ക്കാവുന്നതാണ്. അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളിപ്പോൾ ഉച്ചക്ക് കൊണ്ടേ നിറച്ചാൽ 12 കിലോ കയറുന്നില്ല, അതിന് താഴെ കയറുള്ളൂ. അപ്പോൾ ഒരു മോർണിംഗിലോ അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ ആണെങ്കിൽ ആ ഒരു കിലോ കണക്ക് കറക്റ്റ് കിട്ടുകയുള്ളൂ. അതൊരു ഫുൾ ടാങ്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഏകദേശം 340 കിലോമീറ്ററോളമാണ് വാഹനത്തിന് പറയുന്ന ഒരു റേഞ്ച്. അതായത് ഏകദേശം 28 കിലോമീറ്റർ ആണ് ഒരു കിലോത്തിന് സി എൻ ജിയുടെ ഒരു മൈലേജ് പറയുന്നത്. ഇനി ഈ വാഹനത്തിന് പ്രത്യേകം വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ ടാക്സി യൂസേഴ്സിനൊക്കെ ഒരേപോലെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. കാരണം അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഡിസൈറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അതിപ്പോൾ എക്സ്റ്റീരിയറിലാണെങ്കിലും ഇന്റീരിയറിലാണെങ്കിലും വളരെ ക്വാളിറ്റിയാണ് നമുക്കിതിൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിന്റെ വിശേഷങ്ങളിൽ കിടക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഹ്യൂണ്ടായുടെ സെഡാൻ സെഗ്മെന്റിലെ ഒരു സ്റ്റാർട്ടിംഗ് മോഡലാണ് ഹ്യൂണ്ടായുടെ ഓറ എന്ന് പറയുന്നത്. അതും 4 മീറ്ററിൽ താഴെ വരുന്ന ഒരു കോമ്പാക്ട് സെഡാൻ ആയിട്ട് വരുന്നതാണ്. മറ്റ് സെഡാനിൽ പോലെ തന്നെ ആ ഒരു ഡിസൈൻ ഫിലോസഫിയും നമുക്ക് ഈ ഒരു ഓറയിലും കാണാൻ സാധിക്കും. കാരണം ആ ഒരു വലിയ ഗ്രില്ല്, അതായത് ഗ്രില്ല് മാത്രം നിറച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു ബമ്പറാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. നമ്മൾ വരണം നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ബമ്പർ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷോട് കൂടിയുള്ള വലിയൊരു ബമ്പറാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ വശങ്ങളിലായിട്ട് പാർക്ക് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇയറിലല്ല, അത് പാർക്ക് ലാംപ്സ് ആണ് വരുന്നത്. അതിന് മുകളിലായിട്ട് ചെറിയൊരു ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നിയോസിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രില്ല് പ്രകടമായിരിക്കില്ല. ഗ്രില്ല് ക്ലോസ് ചെയ്തിട്ട് EV ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഹെഡ് ലാമ്പിലേക്ക് വരുമ്പോൾ ഒരു ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാലജൻ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്. ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷും അതിൽ നൽകിയിട്ടുണ്ട്. മൊത്തത്തിൽ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയാണ് ശരിക്കും വാഹനത്തിന് നൽകിയിരിക്കുന്ന ആ ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷ് ഉള്ളതുകൊണ്ട് തന്നെ. 1120 cc ഇൻലൈൻ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് ബൈഫ്യൂൽ എഞ്ചിനാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പെട്രോൾ പ്ലസ് സി എൻ ജി ആണ് വരുന്നത്. പെട്രോളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിന് 83 ഹോഴ്സ് പവറും അതുപോലെ തന്നെ 114 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇനി സി എൻ ജി മോഡലിലേക്ക് വരുമ്പോൾ 69 PS 95.2 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സി എൻ ജി ഒള്ളി വേരിയൻ്റ് ആയിട്ടുള്ള ഈ മോഡൽ മേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ എഞ്ചിൻ മേറ്റ് ചെയ്തിരിക്കുന്നത് 5 സ്പീഡ് മാനുവലിലേക്കാണ്. അതുപോലെ തന്നെ ഈ ഒരു വേരിയൻറ്റിന് നമുക്ക് പെട്രോളി വേർഷനും അവൈലബിൾ ആണ്. അതിൽ നമുക്കൊരു 5 സ്പീഡ് AMTയും കൂടി അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. സിൽവർ ആൻഡ് ബ്ലാക്ക് ഫിനിഷോട് കൂടിയുള്ള ഒരു സ്റ്റൈലിൽ സ്റ്റീൽ വീലാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അത് 15 ഇഞ്ചാണ് വരുന്നത്. ആൻഡ് അതിൽ 175, 60, 16 ഇഞ്ചിൻ്റെ ഒരു ടയേഴ്സും നൽകിയിരിക്കുന്നു. ആൻഡ് ഫെൻഡറിലായിട്ട് നമുക്കൊരു ഹാലജൻ സൈഡ് ബ്ലിങ്കേഴ്സും നൽകിയിട്ടുണ്ട്. ആൻഡ് ഇനി പില്ലേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ബി പില്ലറിലായിട്ട് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. ആൻഡ് സി പില്ലറിലായിട്ടൊരു ഗ്ലോസ് ബ്ലാക്ക് എലമെന്റും നൽകിയിട്ടുണ്ട്. അതൊരു പ്ലാസ്റ്റിക് എലമെന്റ് ആണ് വരുന്നത്. ഇനി വാഹനത്തിന്റെ ഡയമെൻഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 3995 mm ആണ് ഇതിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. ആൻഡ് വീൽ ബേസ് വരുമ്പോൾ 2450 mm. ആൻഡ് ഹൈറ്റ് 1520 mm ആണ് ഹൈറ്റ് വരുന്നത്. 165 ഈ വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ആൻഡ് വിഡ്ത്ത് വരുമ്പോൾ 1680 mm ആണ് വരുന്നത്. വളരെ ഭംഗിയുള്ളൊരു ഇന്റീരിയറാണ് വാഹനത്തിന് ഹ്യൂണ്ടായി നൽകിയിരിക്കുന്നത്. അതിനെ കാരണമാകുന്ന ഈ കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഗ്രേ, കോപ്പർ, ബീച്ച് എന്നീ 3 കളേഴ്സിന്റെ കോമ്പിനേഷനാണ് വാഹനത്തിന് ഇത്ര ഭംഗി നൽകുന്നത്. ബീച്ച് നിറത്തിലുള്ള ഒരു സെമി ലെതർ ഫാബ്രിക് സീറ്റ്സ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിലെ സീറ്റ്സിൽ നമുക്ക് ഷോൾഡർ സപ്പോർട്ട് അതുപോലെ തന്നെ ലംബർ സപ്പോർട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല, ബട്ട് ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതും മിഡിൽ പാസഞ്ചറിന്റെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ അവൈലബിൾ ആയിട്ട് വരുന്നില്ല. ആൻഡ് ഫ്രണ്ടിലെ കോ ഡ്രൈവറിന്റെ സീറ്റിന്റെ സൈഡിലായിട്ട് നമുക്ക് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്യൂഷർ നൽകിയിരിക്കുന്നത്. ഡുവൽ ടോൺ ഫിനിഷോട് കൂടിയുള്ള ഡോർ പാഡ്സ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ ഡോർ പാഡിൽ നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡറും പിന്നെ ഒരു മാഗസിൻ ഹോൾഡറും വരുന്നുണ്ട്. ബട്ട് ബാക്കിലെ പാസഞ്ചറിന്റെ ഡോർ പാഡ്സിലേക്ക് വരുമ്പോൾ ചെറിയൊരു വാലറ്റും കീപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ നൽകിയിട്ടുണ്ട്. പ്രീമിയം കാറുകളിൽ കണ്ടുവരുന്ന അതിനോട് സാമ്യമായിട്ടുള്ള ഒരു AC വെന്റാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന്റെ ടെക്സ്ചർ ഫിനിഷിംഗ് കാര്യങ്ങളെല്ലാം നമുക്കൊരു പ്രീമിയം ടച്ച് ആണ് നൽകുന്നത്. ഇവിടെ ചെറിയൊരു പോക്കറ്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഗ്ലോ ബോക്സ് നൽകിയിട്ടുണ്ട്. അതിന്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്ക് വാലറ്റോ അല്ലെങ്കിൽ ഫോണൊക്കെ കീപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട്. അവിടെ തന്നെ ടൈപ്പ് സി പോർട്ടും അതുപോലെ 12 വോൾട്ട് സോക്കറ്റ് USB പോർട്ട് നൽകിയിട്ടുണ്ട്. മാനുവൽ AC ആണ് വരുന്നത്. മാറ്റ് ഫിനിഷോട് കൂടിയുള്ള ഒരു ഗിയർ നോബ് കാണാം. അതിൽ തന്നെ ഒരു ലെതറിട്ട് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ട് നമുക്ക് കപ്പ് അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡിംഗ് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. 4 സ്പീക്കേഴ്സ് കൂടിയുള്ള ഒരു 2D സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. തരക്കേടില്ലാത്ത ഒരു എഫക്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. ഒരുപാട് ബേസും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. അതിന്റെ ഡേ ആൻഡ് നൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മാനുവൽ ഡിമ്മിംഗ് ആയിട്ടുള്ള എയർവേയാണ് നൽകിയിരിക്കുന്നത്. വാനിറ്റി മിറേഴ്സും കാര്യങ്ങളൊന്നും ഈ ഒരു സൺറൈസസിന് വരുന്നില്ല. ഇവിടെ നമുക്ക് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്യാൻ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ക്യാബിൻ ലാംപ്സ് നമുക്ക് 2 വരുന്നു. ഒന്ന് ഫ്രണ്ടിലും പിന്നെ ഒരു സെൻട്രലായിട്ടും വരുന്നുണ്ട്. ഒരു നോർമൽ വണ്ണമുള്ള 3 ആളുകൾക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഒരു സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലെഗ് സ്പേസും കാര്യങ്ങളാണെങ്കിലും നല്ല രീതിയിൽ തന്നെ കിട്ടുന്നത്. ഞാൻ ഇരുന്നിട്ട് പോലും ഒരു 3 ഇഞ്ചോളം ഗ്യാപ്പ് നമുക്ക് ലെഗ് സ്പേസ് വരുന്നുണ്ട്. തൈ സപ്പോർട്ട് നമുക്ക് ഒരു ആവറേജ് ആണ് കിട്ടുന്നത്. ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്ക് AC വെൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുതന്നെ ചാർജിങ് പോർട്ടും വരുന്നുണ്ട് 12 വോൾട്ടിൻ്റെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് നമുക്ക് സെൻട്രൽ ഭാഗത്തായിട്ട് ഹെഡ് റെസ്റ്റ് വരുന്നില്ല. ബട്ട് നമുക്കൊരു ആംറെസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ തന്നെ കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എൻ്റെ സീറ്റ് ബെൽറ്റ്സും കാര്യങ്ങളെല്ലാം 3 പോയിന്റ് ആണ് വരുന്നത്. 37 ലിറ്ററാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. റിയർ ബമ്പർ വരുമ്പോൾ ഡുവൽ ടോൺ ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. താഴ്ഭാഗത്തായിട്ട് ബ്ലാക്ക് എലമെന്റ് നൽകിയിട്ടുണ്ട്. ബമ്പർ 2 സൈഡിലായിട്ട് റിഫ്ലക്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ബൂട്ട് ഡോറിലായിട്ട് അലുമിനിയം ഫിനിഷിൽ ഓറ എന്ന ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്.
രണ്ട് വലിയ ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഹാലോജൻ വിത്ത് LED കമ്പൈൻഡ് ആണ് വരുന്നത്. ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പാണ് എന്ന് തോന്നിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പിയാനോ ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒരു ക്രോം എലമെൻറ്റ് നൽകിയിരിക്കുന്നു. ബൂട്ടിന് മുകളിലായിട്ട് സ്പോയിലറും നൽകിയിട്ടുണ്ട്. റിയർ വിൻഷീൽഡിൽ ഡീഫോഗർ ലൈൻസും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ LED ഹൈമൗണ്ട് സ്റ്റോപ്പിംഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ആൻറ്റീന വരുമ്പോൾ കൺവെൻഷണൽ ആയിട്ടുള്ള ആൻറ്റീന നൽകിയിരിക്കുന്നത്. ബൂട്ടിലായിട്ട് CNG ഒരു ബാഡ്ജിങ് നൽകിയിരിക്കുന്നു. ഇനി മോഡലിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു കീ തന്നെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബൂട്ട് ഓപ്പൺ ആവും. അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഈ ഒരു മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡിസൈർ അല്ല അതുപോലെ ടിയാഗോ മോഡലൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതിനേക്കാളും നല്ല രീതിയിലുള്ള സ്പേസ് ഈ ഒരു ഓറ CNG മോഡൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് സ്പെയർ വീൽ വരുന്നത് ഇതിന് താഴത്തായിട്ടാണ് വരുന്നത്. 4-വേ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റാണ് വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. അതായത് സ്ലൈഡും റിക്ലൈൻ ഓപ്ഷൻ മാത്രം വരുന്നുള്ളൂ, ഹൈറ്റ് അഡ്ജസ്റ്റബിൾ വരുന്നില്ല. ഈ ഡ്രൈവർ സൈഡിലെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് വരുമ്പോൾ ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് വാഹനം നൽകിയിരിക്കുന്നത്. ആൻഡ് റൗണ്ട് ഷേപ്പിലുള്ള വളരെ കോമ്പാക്ട് ഉള്ള സ്റ്റിയറിംഗ് ആണ് നൽകിയിരിക്കുന്നത്. 3 സ്പോക്കാണ്. അതിൻ്റെ താഴത്തെ സ്പോക്കിൽ ഒരു അലുമിനിയം ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. റൈറ്റിൽ നമുക്ക് ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. അതിൽ MID വരുന്നുണ്ട് ഈ കൺട്രോൾസ് വരുന്നത്. ആൻഡ് ലെഫ്റ്റ് നമുക്ക് സിസ്റ്റത്തിൻ്റെ സ്റ്റീരിയോയുടെ കൺട്രോൾസ് ആണ് നൽകുന്നത്. അനലോഗ് പ്ലസ് ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു കൺസോളാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ആൻഡ് ഡ്രൈവർ ഡോർ പാനലിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസും അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഓവർ വിൻഡോ കൺട്രോൾസും അതിൽ വരുന്നുണ്ട്. ആൻഡ് പവർ വിൻഡോ ലോക്ക് സ്വിച്ചും അതിൽ വരുന്നുണ്ട്. ഇനി ഡാഷ്ബോർഡിന് റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് സ്വിച്ച് വരുന്നത്. അതായത് CNG ടു പെട്രോളിൻ്റെ സ്വിച്ച് വരുന്നത് നമുക്ക് റൈറ്റ് സൈഡിലായിട്ടാണ്. അതിൽ തന്നെ ഹെഡ് ലാമ്പിൻ്റെ ലെവലിംഗ് സ്വിച്ചും നൽകിയിട്ടുണ്ട്. ഇനി ഒരു മോഡലിൻ്റെ സേഫ്റ്റി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 എയർ ബാഗ് സെറ്റപ്പാണ് വാഹനത്തിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ABS വിത്ത് EBD ബ്രേക്ക് സിസ്റ്റം നൽകിയിരിക്കുന്നത്. ആൻഡ് സീറ്റ് ബെൽറ്റ്സ് എല്ലാം വരുമ്പോൾ പ്രീറ്റേഷൻ വിത്ത് ലോഡ് ലിമിറ്റേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. ആൻഡ് 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ആണ് എല്ലാ പാസഞ്ചേഴ്സിനും നൽകിയിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഡീഫോഗസ് വരുന്നുണ്ട്, റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ആൻഡ് ഇതൊരു CNG മോഡൽ ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കൂടി അഡീഷണൽ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ വാറന്റി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ വാഹനത്തിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഹ്യുണ്ടായി നൽകിയിരുന്ന വാറന്റി. നിങ്ങൾക്ക് എക്സ്റ്റൻഡ് ഓപ്ഷനും അതിൽ അവൈലബിൾ ആണ്. ആൻഡ് ഈ വാഹനത്തിന്റെ ഈ എക്സ്ഷോറൂം പ്രൈസ് ചെക്ക് ചെയ്യുമ്പോൾ 8,37,000 ആണ് എക്സ്ഷോറൂം കൊച്ചിൻ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഓരോയുടെ വിശേഷങ്ങൾ വരുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഫാമിലി ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.